ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കല്ലേ. പിന്നെ ഹൈപ്പും തരിക, പിന്നെ എന്തെങ്കിലും കമൻറ്റും അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം. ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരം ചായക്ക് സ്നാക്കായിട്ട് നഗറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ബോഗൺവില്ല ഉണങ്ങിയ പൂവുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കൊമ്പ് വന്നതിന് 2ഉം 3ഉം ഒക്കെ കൊമ്പ് വന്നിട്ട് അതിന്മേലൊക്കെ പൂവുണ്ടായതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെട്ടി കൊടുക്കുമ്പോഴാണ് നിറയെ പൂവുണ്ടാവുക. ഇപ്പോൾ ഈ ഒരു കൊമ്പ് അത് വേറൊരു ചട്ടിയിൽ കുത്തി കൊടുക്കാനാണ്. ഇതിൻ്റെ ഒരു ഇളയ കൊമ്പ് കുത്തുമ്പോഴാണ് കേട്ടോ ചെടി പിടിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോട്ടയാടിൽ വന്നിക്കണ്. അവിടെ ഈ ഒരു ചെടികളുടെ മുകളിലൊക്കെ ഇതുപോലത്തെ ലീഫുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ചെടിൻ്റെ മുകളിൽ അങ്ങനെ വെള്ളമൊക്കെ തട്ടുമ്പോൾ ഫംഗസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കേട് വന്ന ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പിന്നെ ജമന്തിയാണ് കേട്ടോ. ഇത് മേടിക്കുമ്പോൾ ഇതിന്മേൽ ഒരൊറ്റ കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പൂവും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചെടിയൊക്കെ നല്ല തിക്കായിട്ട് വന്നു, പക്ഷേ പൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ. വളമൊക്കെ ഇട്ട് കൊടുത്തിക്കണ്, ഇനി വിരിയൊന്ന് വിചാരിക്കണ്. പിന്നെ മരുവ് ബാങ്കൊക്കെ കൊടുത്തിക്കണ് കേട്ടോ. പിന്നെ ഈ ഒരു വാം ലൈറ്റിൽ ചെടികൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വാം ലൈറ്റിൽ ചെടികൾ കാണാൻ, ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ പിന്നെ അകത്ത് കയറിയിരിക്കണത് ഇത് ഇപ്പം ചാടിയൊരു മാങ്ങയാണ് കേട്ടോ. എപ്പോഴും മാങ്ങ കൊത്തിയിട്ടാണ് കിട്ടല്. അപ്പോൾ നമ്മൾ അധികം പറിച്ച് വെക്കലാണ് പഴുക്കാൻ വേണ്ടിയിട്ട്. കിളികളുടെ ഇടയിൽ അണ്ണാൻ്റെ ഇടയിൽ നിന്നൊന്നും മാങ്ങയൊന്നും കിട്ടലില്ല, അപ്പോൾ വേഗം പറിച്ച് വെക്കും. അങ്ങനെ പിന്നെ മൈരീമിൻ്റെ മുന്നായിട്ട് മോന് ബുഹൂറൊന്ന് പുകക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഡൈനിങ് ഹാളിൽ കൊണ്ടുവയ്ക്കട്ടെ. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് മൊത്തം നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. മഗ്‌രിബ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സാലഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. വെള്ളത്തിൽ കുറച്ച് സുറുക്ക അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ടൈമിൽ അയലുമേൽ കുറച്ച് തുണികൾ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുകയാണ്. ഞാൻ അധികം രാത്രിയാണ് കേട്ടോ ഡ്രസ്സുകൾ ഇതുപോലെ വിരിച്ചിടൽ. അങ്ങനെ തുണികൾ വിരിച്ചിടലും മടക്കി വെക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കിച്ചണിൽ വന്നിക്കണേ. അപ്പോൾ സാലഡ് ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ അനാർ ഇതുപോലെ നമ്മൾ ഇങ്ങനെ മേടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു കുരുവും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ സാലഡ് റെഡിയായി. ഇതിൽ കുരുമുളക് പൊടിയും ഉപ്പും ലൈം ജ്യൂസും മാത്രമാണ് കേട്ടോ. ഇത് നമ്മൾ രാത്രി വെയിറ്റ് ലോസൊക്കെ വിചാരിക്കണോലാണെങ്കിൽ ഒരു ബൗൾ കഴിച്ചാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് ഫുഡിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മളിവിടെ ഫുഡിൻ്റെ മുന്നായിട്ട് ഇത് കഴിക്കലാണ്. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഫുഡിൻ്റെ ആ ഒരു അളവും കാര്യങ്ങളും കുറഞ്ഞു കിട്ടും. അങ്ങനെ സാലഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചിരകി വെക്കാണ്ട്. ഞാനിതുപോലെയാണ് കേട്ടോ തേങ്ങ ചിരകി വെക്കൽ. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അങ്ങനെ ക്രഷ് ചെയ്തിട്ട് ബോക്സിലാക്കിയിട്ട് വെക്കും. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇന്നിപ്പോൾ മീൻ പുതിയാപ്പിളക്കോരയാണ് കേട്ടോ. നിങ്ങളെ ഭാഗത്തൊക്കെ എന്താണ് ഈ ഒരു മീനിന് പറയണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. നമ്മളിവിടെ പുതിയാപ്പിളക്കോര എന്നാണ് പറയുക. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുത്തിക്കണ്. പിന്നെ പുട്ടുണ്ട്, പിന്നെ ചോറും ഉണ്ട് കേട്ടോ. പുട്ട് ഞാനും ഹസ്ബൻഡുമാണ് കഴിക്കുക. ഞാൻ ചിലപ്പോൾ ചോറ് കഴിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ കടി എന്തെങ്കിലും കഴിക്കും.
അങ്ങനെ പിന്നെ ഡിന്നറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഡിഷ് വാഷറിൽ ഇടാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഡിഷ് വാഷറിൽ ഇട്ട് കൊടുത്തിക്കണ്. കിച്ചണ് മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ആക്കിയിടും ചെയ്തിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.